ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് വെണ്ടയ്ക്ക വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ചോറിനും ചപ്പാത്തിക്കും എല്ലാം നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന, ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വെണ്ടയ്ക്കയൊക്കെ എല്ലാവർക്കും എപ്പോഴും വീട്ടിലുണ്ടാകുന്ന സാധനമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളെപ്പോഴും മെഴുക്കുവരട്ടി എല്ലാം ആണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി നമ്മൾക്കിപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചോറിനും ചപ്പാത്തിക്കും എല്ലാം ഒന്നിച്ച് കൂട്ടാൻ പറ്റുന്ന, എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചോറും ചപ്പാത്തിയും ഒന്നും മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാം. ദോശയ്ക്കായാലും എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെണ്ടയ്ക്ക നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ വെണ്ടയ്ക്കയെല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ മുറിക്കാമുള്ളൂ, അല്ലെങ്കിൽ അതിലൊരു തരം വഴുവഴുപ്പുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെണ്ടയ്ക്കയെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. ആദ്യമേ തന്നെ അതൊന്ന് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുക. അതിൽ വെള്ളമയം എല്ലാം കളഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കറി പെട്ടെന്ന് തന്നെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും, ഒട്ടും കുഴഞ്ഞൊന്നും ഇരിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയത് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുന്നത്. ഇതിപ്പോൾ വെണ്ടയ്ക്ക് ഫുള്ള് നല്ലപോലെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഇതിൻ്റെ രണ്ടറ്റവും മുറിച്ച് കളഞ്ഞിട്ട് നമ്മൾക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. നമ്മൾ തീരെ ചെറിയ കഷ്ണമല്ല, വലിയ കഷ്ണമല്ലാത്ത തരത്തിലാണ് മുറിക്കുന്ന. ഒരു 1/2 ഇഞ്ച് വലിപ്പത്തിലാണ് ഇത് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ തന്നെ 2 സൈഡും മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഇത്രയും വലിപ്പത്തിലാണ് മുറിച്ചെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ സാമ്പാറിനൊന്നും മുറിക്കുന്ന പോലെയല്ല, ഇത്രയും വലിപ്പത്തിൽ ഒന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ അത് ഒന്ന് കുഴഞ്ഞൊന്നും പോകില്ല, അതുകൊണ്ട് തന്നെ ആ വലിപ്പത്തിലാണ് മുറിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് ഫുള്ള് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു പാൻ വെച്ചിട്ട് പാനിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ചൂടാകുമ്പം അതിലേക്കൊരു 1/4 സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം ഒരു 3-4 വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ കളറ് ബ്രൗൺ നിറം ആകുന്നതിന് മുന്നേ നമ്മൾക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് അത് എണ്ണയിൽ നല്ലപോലെ ഒന്ന് മൂപ്പിക്കുക. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. കളറ് മാറുന്നതിന് മുന്നേ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 സവാള ചെറുതാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട്. ആ മുറിച്ചെടുത്തേക്കുന്ന സവാളയും കൂടെയും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സവാളയും ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂടിയും എണ്ണയിൽ നല്ലപോലെ ഒന്ന് മൂപ്പിക്കുക. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ചൂടായ എണ്ണയിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയുടെ കളറെല്ലാം ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങണം. അപ്പോൾ അതിന് മുന്നേ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും സവാളയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ചെറിയ ചൂടിലിട്ടിട്ട് സവാളയുടെ കളറ് നല്ലപോലെ ഒന്ന് മാറുന്നവരേക്ക് നമ്മൾക്കൊന്ന് ഇളക്കി കൊടുക്കണം. സവാളയുടെ കളർ മാറി തുടങ്ങുമ്പോൾ വേണം അടുത്തത് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ചെറിയ ചൂടിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ആ കളറെല്ലാം ചെറുതായിട്ട് ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. സവാളയെല്ലാം ചെറുതായിട്ട് ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് വേണം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ സവാളയുടെ കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ നേരത്തെ വൃത്തിയാക്കി മുറിച്ച് വെച്ചിരുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആദ്യമേ തന്നെ നമ്മൾക്ക് വെണ്ടയ്ക്കയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് വഴലുമ്പോൾ തന്നെ ഉപ്പെല്ലാം അതിലേക്ക് ശരിക്ക് പിടിക്കും. അതിനായിട്ട് വെണ്ടയ്ക്കയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഒട്ടും അടച്ചു വയ്ക്കില്ല. അടച്ചു വയ്ക്കാതെ തന്നെ പാത്രം തുറന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. അപ്പോഴേ നമ്മൾക്ക് വെണ്ടയ്ക്ക ശരിക്ക് കുഴഞ്ഞു പോകാതെ എല്ലാം നല്ല ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രം അടച്ചു വയ്ക്കാതെ നമ്മൾ ചെറിയ ചൂടിലിട്ട് മിക്സ് ചെയ്താണ് ഈ കറി തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ വെണ്ടയ്ക്കെല്ലാം ചെറുതായിട്ടൊന്ന് വഴന്നു തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കളറുള്ള മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും കൂടെയും ചേർത്തിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഈ 2 പൊടികളും കൂടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ചെറിയ തക്കാളി ഉള്ളിൽ നിന്നുള്ള അതിൻ്റെ കുരുവിൻ്റെ ഭാഗമെല്ലാം കളഞ്ഞതിന് ശേഷം അത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിലുള്ള പാർട്ടെല്ലാം കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുഴഞ്ഞു പോവില്ല. അതിനാണ് ഉള്ളിലുള്ള പാർട്ടെല്ലാം കളഞ്ഞിട്ട്. വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 1 എടുക്കണം. ഇതിപ്പോൾ ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതും കൂടെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഉള്ളിലത്തെ പാർട്ട് കളയാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് കളയണമെന്നൊന്നുമില്ല. ഇപ്പം ഞാനത് കറി ഒട്ടും കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ
അതിൻ്റെ ഉള്ളിലെ പാർട്ടെല്ലാം എടുത്ത് കളഞ്ഞത്. അതിനുശേഷം അതും കൂടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾക്കിത് തക്കാളി വേവാനായിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കാം. വെണ്ടയ്ക്ക നമ്മൾ ആദ്യം അടച്ച് വെച്ചില്ല. അടച്ച് വെച്ചിരുന്നാൽ അത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ വെണ്ടയ്ക്ക അടച്ച് വെച്ചിരുന്നില്ല. വെണ്ടയ്ക്ക പകുതി മുക്കാൽ വേവായി കഴിഞ്ഞപ്പോഴാണ് തക്കാളി ചേർത്തത്. എന്നിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന് വേവിച്ച് എടുക്കുകയാണ്. ഇപ്പോൾ തക്കാളിയും വെണ്ടയ്ക്കയെല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. തക്കാളിയും വെണ്ടയ്ക്കയും ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കറി നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അല്ല ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഡെക്കറേഷനായിട്ട് വേറെ കുറച്ച് സാധനങ്ങളും കൂടെയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കാണാനായിട്ട് നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഇതാ കറി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ കറിക്ക് കുറച്ചും കൂടെ ഒന്ന് ഒരു ക്രിസ്പിനെസ് കിട്ടാനും അതിനും കൂടിയായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അരപ്പിടി കപ്പലണ്ടി വറുത്ത് വെച്ചിരുന്നു. അത് വറുത്ത് വെച്ചിരുന്ന് വെറുതെ പ്ലെയിനായിട്ടാണ് വറുത്ത് വെച്ചത്. എണ്ണയും ഉപ്പൊന്നും ചേർത്തിട്ടില്ല. വെറുതെ വറുത്ത് വെച്ച കപ്പലണ്ടി തോലോടുകൂടി തന്നെ വറുത്തതാണ്. ആ വറുത്ത് വെച്ചിരുന്ന കപ്പലണ്ടി അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെണ്ടയ്ക്കയിലേക്ക്. അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കറി ഉപയോഗിക്കുമ്പം ചെറുതായിട്ടൊരു കടിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടെയും കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലപോലെ ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. കരിവേപ്പിലയെല്ലാം ഇത് കറിയുടെ ചൂടിൽ ഇരുന്നിട്ട് നല്ലപോലെ ഒന്ന് വാടി കിട്ടും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കപ്പലണ്ടി ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം. അത് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ചേർക്കണം എന്നില്ലാത്തവർക്ക് അത് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കറിക്ക് കുറച്ചും കൂടെ ഒരു കടിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ കറി നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ചോറിനായാലും ചപ്പാത്തിക്കായാലും എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ട് ഒരു അര സ്പൂൺ ഗരം മസാലയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ് കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചിലർക്കൊന്നും വെണ്ടയ്ക്കയുടെ കൂടെ മസാലയുടെ ടേസ്റ്റൊന്നും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചേർക്കണമെന്നില്ല. ഇപ്പോൾ ഗരം മസാലയുടെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള കറിയാണ് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾക്ക് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കായാലും എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ്. ആ കപ്പലിൻ്റെ എല്ലാം വെണ്ടയ്ക്കയിലേക്ക് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. മസാലയെല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു അരപ്പിടി മല്ലിയെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് അതും ചെറുതായിട്ട് മുറിച്ച് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കറി ഇവിടെ സൂപ്പറായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കറി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റിയാണ്. കാണുന്ന പോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള കറിയാണ്. ദോശയ്ക്ക് എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാം. അപ്പോൾ ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലെ വെറൈറ്റി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടുമുള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.